ദിവ്യാത്മാക്കൾക്ക് വിനീതമായ നമസ്കാരം. നാം ഈ ദേഹത്തിൽ അഭിമാനം വെച്ച് പുലർത്തുന്ന കാലം വരെ മറ്റൊരാൾ നമ്മുടെ നേരെ അഹിതമായി എന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ നമ്മുടെ മനസ്സ് കലുഷമാവുകയും ക്ഷോഭിക്കുകയും ചെയ്യുക സ്വാഭാവികമാണ്. എന്നാൽ ആ മനസ്സിനെ നാം നിയന്ത്രണ വിധേയമാക്കിയാൽ ആര് എത്ര എന്ത് പരുഷവാക്കുകൾ പറഞ്ഞാലും നമ്മുടെ മനസ്സ് ചലിക്കുകയില്ല. അത്തരം ചലിക്കാത്ത ഒരു മനസ്സിനെ വാർത്തെടുക്കുക എന്നതാണ് മഹത്വത്തിൻ്റെ മാനദണ്ഡം. എത്ര മാന്യനായ വ്യക്തിയാണെങ്കിലും എത്ര സന്യാസിവര്യനാണെങ്കിലും ഈ സഹനം അല്ലെങ്കിൽ ഈ സഹിഷ്ണുത നാം നമ്മുടെ മനസ്സിനെ പരിശീലിപ്പിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ നാം ദുർബലനാണ്. എന്നാൽ പരുഷവാക്ക് കേട്ടിട്ടും ക്ഷോഭിക്കുന്നില്ലെങ്കിൽ ആ വ്യക്തി മഹാനാണ് എന്നാണ് മഹത്തുക്കൾ പറയുന്നത്. ഒരു കവി പറയുകയാണ്, പരുഷ ചൊല്ലു 100ഓളം പൊറുപ്പാൻ കഴിവുള്ളവർ മഹർഷി വര്യനേക്കാളും മാന്യനാണില്ല സംശയം. ഒന്ന് മനനം ചെയ്ത് നോക്കൂ ഈ ചിന്താധാര. നമ്മുടെ നേരെ പരുഷമായി ഒന്ന് പറഞ്ഞു നോക്കട്ടെ, അപ്പോൾ കാണാം നമ്മളുടെ തനിനിറം. അതിനാൽ ഇവിടെ പറയുന്നു, പരുഷ ചൊല്ല്, പരുഷമായ വാക്കുകൾ, പരുഷ ചൊല്ലു 100ഓളം, നൂറുകണക്കിന് പരുഷവാക്കുകൾ പറഞ്ഞാലും പൊറുപ്പാൻ കഴിവുള്ളവർ, അത് കേട്ട് സഹിക്കാൻ കഴിവുള്ളവർ. അതെങ്ങനെ? അവർ അവരുടെ സ്വഭാവമാണ് കാണിക്കുന്നത്. പരുഷവാക്കുകൾ പറയുന്നത് അവരുടെ സ്വഭാവമാണ്. അതിനനുസരിച്ച് നമ്മളും പരുഷവാക്കുകളാണ് പറയുന്നതെങ്കിൽ അവരും നമ്മളും തമ്മിൽ എന്താ വ്യത്യാസം? അവരുടെ ഉള്ളിലുള്ള ആ അശുഭ ചിന്തകളാണ് പരുഷവാക്കുകളായി ബഹിർഗമിക്കുന്നത്. അതിനാൽ നാം അശുഭചിന്തകൾ വളർത്താതിരിക്കണം, ശുഭചിന്തകൾ വളർത്തണം. ആ പറയുന്ന വ്യക്തിയോട് അനുകമ്പാപൂർവത്തോടു കൂടി വേണം നമ്മൾ പെരുമാറാൻ. അതാണ് മഹത്വം. അത് അങ്ങനെ കഴിയുന്നില്ലെങ്കിൽ മഹർഷിയായിട്ടും പ്രയോജനമില്ല. അതിനാൽ പരുഷ ചൊല്ലു 100ഓളം പൊറുപ്പാൻ കഴിവുള്ളവർ മഹർഷി വര്യനേക്കാളും മാന്യനാണില്ല സംശയം. ഒരു മഹർഷിയേക്കാൾ മാന്യനാണ് അത്തരത്തിലുള്ള വ്യക്തി. അതിനാൽ നമ്മുടെ മനസ്സിൻ്റെ പരിശുദ്ധിയാണ് പരമപ്രധാനമായിട്ടുള്ളത്, ബാഹ്യമായ വേഷമല്ല. മനസ്സിലാണ് ഭഗവാൻ വസിക്കുന്നത്. ആ മനസ്സിനെയാണ് നാം പാകപ്പെടുത്തേണ്ടത്. അത് എങ്ങനെയാണ് അവരെ അളക്കുക? അവരുടെ സ്വഭാവം എങ്ങനെയിരിക്കും? ആത്മന്യേ ആത്മനാതുഷ്ട, തൻ്റെ മനസ്സ് ആത്മാവിനെ കണ്ട് ആത്മാവുമായി താതാത്മ്യം പ്രാപിച്ച് മറ്റൊരു വസ്തുവിൻ്റെയും സാന്നിധ്യം ഇല്ലാതെ സന്തോഷിക്കുന്നവരാകണം. അതാണ് മനസ്സിൻ്റെ പരിശുദ്ധിയെ കാണിക്കുന്നത്. ആത്മന്യേ ആത്മനാതുഷ്ട, ആത്മാവ് മാത്രം ആത്മാവ് സംതൃപ്തി പ്രാപിക്കേണ്ടതാണ്. മറ്റൊരു വസ്തുവിൻ്റെയും സാന്നിധ്യം സന്തോഷിക്കാൻ അത്തരക്കാർക്ക് ആവശ്യമില്ല. അതാണ് നാം പരിശീലിച്ചെടുക്കേണ്ടത്. അതുപോലെ മാത്രാസ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖദുഃഖത ആഗമാപായിനോ അനിത്യ. വിഷയങ്ങളുമായി ബന്ധം പുലർത്തുമ്പോഴാണ് നമുക്ക് സുഖവും ദുഃഖവും ശീതവും ഉഷ്ണവും എല്ലാം ഉണ്ടാകുന്നത്. ആ വസ്തു സംബന്ധമില്ലെങ്കിൽ നമുക്ക് അതിനെ സംബന്ധിച്ച വികാരങ്ങളൊന്നും ഉണ്ടാവുകയില്ല.
അത് വരുന്നതും പോകുന്നതുമാണ്. അതിൽ നമ്മൾ എന്തിനു വികാരപ്പെടണം? ഒന്നും തന്നെ ഇവിടെ സ്ഥായിയായി നിൽക്കുന്നതല്ല. സുഖകാലവും സ്ഥായിയല്ല, ദുഃഖകാലവും സ്ഥായിയല്ല. ഈ സുഖത്തിനും ദുഃഖത്തിനും അതീതമായ പരമാത്മ സാന്നിധ്യമാണ് ആനന്ദപ്രദമായിട്ടുള്ളത്. ആ ബോധമാണ് നാം വളർത്തിയെടുക്കേണ്ടത്. അതിനാൽ ഈ സുഭാഷിത രത്നത്തെ നമ്മൾ വീണ്ടും വീണ്ടും മനനം ചെയ്ത് നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ നമ്മുടെ മനസ്സ് വീര്യവത്തായി തീരുകയുള്ളൂ. വീര്യവത്തായ മനസ്സിന് മാത്രമേ ആത്മാവിനെ അറിയാൻ സാധിക്കുകയുള്ളൂ. ദുർബല മനസ്സിനൊരിക്കലും ആത്മാ അനുഭൂതി നേടാൻ സാധിക്കുകയില്ല. പരുഷ ചൊല്ലു 100ഓളം പൊറുപ്പാൻ കഴിവുള്ളവർ മഹർഷി വര്യനേക്കാളും മാന്യനാണില്ല സംശയം.